ഹലോ, ആ നിങ്ങൾ എവിടെ പോയി കിടക്കുക? ഞാനിതവിടെ നമ്മളെ റൂമിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്താ വിശേഷം? അതെ, ശുക്കൂർ ഓൺലൈനിലുണ്ട്. പല വിശേഷങ്ങളും കേൾക്കാണ്ട്. അതെ, ഞാനിത് എത്തി കഴിഞ്ഞു. ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, നാട്ടിലൊരൊറ്റ പെണ്ണിനും പിടിക്കാത്ത വല്ലാത്ത സംഭവമാ. കുതിരെ ഒന്നും മിണ്ടാണ്ട കൊയ്യി. ഓന്റെ അടുത്ത് കിട്ടുന്നിടത്തോളം വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി കാര്യം. ഒന്നും കണക്റ്റായി. ഓനൊരു വല്ലാത്ത സംഭവമാ. അല്ല, ഇപ്പൊ സുന്ദരൻ തന്നെ ആണല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ നടന്നോ ഒന്നാളിലൊക്കെ? കളിയാക്കണ്ടാ, ബാപ്പാനോട് തല്ലിട്ട വേദന ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ. ചിരിച്ചോളി ചിരിച്ചോളി പഹയന്മാരെ. എങ്ങനെ ചിരിക്കാണ്ടിരിക്ക? വാട്സപ്പിലും ഫേസ്ബുക്കിലും നിക്കല്ലേ ശുക്കൂറിന്റെ ന്യൂ ജനറേഷൻ പെണ്ണാണല്ലേ. അതെങ്ങനെടാ മോനെ, ലൈക്കിട്ടൊരു പടം തന്നെ വന്നോണ്ടിരിക്കണേ. മാക്സിമം നമ്മള് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും എന്നോടിത് വേണ്ടില്ലേനടാ. ആ അനിലിന്റെ കരീമിന്റെ പണി വയ്ക്കൂലേ? അതവിടെ നിക്കട്ടെ, ഇത് പറയും. ഓൾ എന്നോട് എന്തെല്ലാം പറഞ്ഞ് ഈ അവളോട് എന്തെല്ലാം ചോദിച്ചു അത് പറയും. പോയിക്കോളി അവിടുന്ന്. സത്യമായിട്ടും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. കാവ്യമാധവന്റെ മുടി, നയൻതാരന്റെ ഉയരം, നസ്രിയന്റെ കണ്ണ്, മൂക്ക് ഒക്കെ ചോദിച്ചില്ലേ? സത്യം പറഞ്ഞോ? പറഞ്ഞോ. ഓനെപ്പോഴും ലൈനിലുണ്ടോ? ആ അതാ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എടാ മോനെ സുക്കൂറെ, നിന്റെ കാര്യം ഇത്തവണയും കട്ടപ്പോകാം. ഇല്ലക്കാ, ഇപ്രാവശ്യം ഞാൻ കെട്ടു. നിന്റെ പെണ്ണ് ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ കെട്ടിട്ട് തന്നെ ഗൾഫിലേക്ക് തിരിച്ചു വരുള്ളൂ. ആ കട്ടായി. ഇങ്ങക്ക് വേറെ പണിയൊന്നും ഇതിൽ നല്ല പണി വേറെന്താള്? ഇങ്ങളെ പോലത്തെ 4 ചങ്ങായിമാരുണ്ടായ അവൻ അടുത്തെങ്ങാനും വല്ല പെണ്ണും കിട്ടുവോ? ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തി കൂടറോ? എന്നാ പിന്നെ ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ഒരു മിനിറ്റ്. നടക്കാൻ എന്നെ പറയുന്നത്, നടക്കാൻ അന്നെ പെണ്ണ് നടക്കടാ, വരാനാ പറയുന്നത്. നടക്ക്, അന്റെ ബാപ്പ ആലിയാണ് പറയുന്നത്. നിങ്ങള് രണ്ടാളും കൂടി എന്താ കളിക്കണേ? ഞാൻ പോകൂല, എന്നെ വിടാൻ പറയും. നിങ്ങൾ അവന്റെ കയ്യെന്ന് വിടീന്ന് ഒരു കാര്യം എന്താ പറയേ. സൈനു, ഇതിൽ ഇടപെടണ്ട. യോന്റെ കൈ വിട്. റഫീഖേ, ഒന്നങ്ങോട്ട് വാ. അതെ, ഓനെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോകാൻ എത്തിങ്ങാനക്ക് ഓനക്ക് ഞാൻ അവിടെ പെണ്ണിനെ കണ്ടു വെച്ചു. എനിക്ക് പെണ്ണ് കാണണ്ട. വേണം, മുണ്ടി പോവരുത്. എന്റെ മോന് എത്തിങ്ങാനെന്ന് പെണ്ണ് വേണ്ട. സൈനോ വേട്ടാ, കൈവിട് കൈവിട്. നിങ്ങള് ഞാൻ ശരിയാക്കി തരാത്. ഞാൻ നോക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ശുക്കൂർ നമ്മളാണ്. എന്തേ? ഞാൻ നല്ല രാത്രി വിളിച്ചിരുന്നു. എന്റെ അളിയും കൊടുത്തോട്ട സാധനം. ഓ, എനിക്ക് പെട്ടെന്ന് ഓടിയില്ലട്ടോ. ഇരിക്കട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് രണ്ടാളെ ഇരിക്കി. ബാപ്പയായിരിക്കൂലേ? ഇത് ബാപ്പ അലിക്ക, ഞാൻ അളിയൻ റഫീഖ്. എന്താ ചെയ്യുന്നത്? സ്കൂൾ മാഷാ. നിങ്ങള് ഗൾഫിലാണോ? അല്ല, നാട്ടിൽ തന്നെ, മഞ്ചേരിയിലാ. പേര് ജലീല്, ജ്വല്ലറിയിലാ. ഇത് സുഹേല്, വക്കീലാ. എങ്ങോട്ടോ പോവാനിറങ്ങാൻ തോന്നുന്നു. അങ്ങനൊന്നുമില്ല, ശുക്കൂറിനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. അപ്പൊ ഞങ്ങള് വന്നോണ്ട് നേരം വൈകോ? അതൊന്നുമില്ല. പെണ്ണ് കാണാൻ ഇറങ്ങായിരുന്നല്ലേ? എന്നാ ഞങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ഞങ്ങള് വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഈ സാധനം കൊടുത്തോട്ട് എൻ്റെ അളിയൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇയാളുടെ പെങ്ങൾക്കൊരു പുതിയാപ്പിളനെ വേണം.
ശുക്കൂറിനെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു. ഇക്കൂട്ടത്തിൽ ശുക്കൂറിനെ കാണുകയും ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ടാ സുഹേൽ കൂടെ വന്നത്. അതേതായാലും നന്നായി. ഏതായാലും നിങ്ങളൊന്ന് ആലോചിക്ക്, എന്നിട്ട് വിളിക്ക്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. പോട്ടെ. ഓ ശരി. അല്ല പാപ്പ, ഇനി നമ്മള് യത്തിങ്കാനിലേക്ക് പോണോ? വേണ്ടടാ, തേടിയ വള്ളി കാലി ചിറ്റിക്കിന്. ഇത്ത ബിലാൽ ഖാനെ കാണാനില്ലല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? ബേജാറാവാതിരി, ഇപ്പൊ എത്തും. ആ പലഹാരങ്ങൾ ഓർഡർ ചെയ്തത് വാങ്ങാൻ പോയതല്ലേ, ആയിട്ടുണ്ടാവൂല. ഇത്താ എന്തായി അടുക്കളയിലെ കാര്യങ്ങള്? അവിടെ ഒക്കെ റെഡിയാ. സുഹേലെ, ബിലാൽ ഖാനോട് കാട പിടിച്ച് വാങ്ങാൻ പറഞ്ഞിക്കണോ? ആ, ബിലാൽ ഖാനോട് ഒന്നും ഓർമ്മാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ വേറൊരു പെണ്ണാണല്ലോ. അതിനിപ്പോ ഒരു കല്യാണത്തിനുള്ള സാധനങ്ങളായിട്ട് മൂപ്പര് വരും. അല്ല, കല്യാണ പെണ്ണിനെ താഴോട്ടൊന്നും കണ്ടില്ലല്ലോ. മുത്തേ, എടുത്തോ, സാധനം എടുത്തോ. അതുകൊണ്ട് അങ്ങോട്ട് വെച്ചേക്ക്. അവരിങ്ങ എത്താറായില്ലേ? ഓർഡർ കൊടുത്ത സാധനം കിട്ടാൻ നേരം വൈകി. എന്താ തിരക്ക്? സൂറ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഓക്കല്ലേ? എല്ലാം റെഡിയാ. ഇതൊരു കല്യാണത്തിന്റെ ഒരുക്കാണല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എടി, ഞങ്ങള് 3 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങളാ. മുത്തിന്റെ പെണ്ണ് കാണലിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിലും ഒരു പോരായ്മയുണ്ടെന്ന് അവർക്ക് തോന്നാനും പാടില്ല. അല്ല, അമ്മായിമാർക്ക് എത്തിയില്ലേ? 2 ആളെ എത്തിക്കണ്. മാമനോ? മാമൻ പള്ളി പോയതാ. ആ, എടി സൂറേ, നിന്റെ വാപ്പ വരുമോ? വിളിച്ചിരുന്നു. ഓൺ ദി വേയാ. മുത്തെവിടെ? ഓളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മുത്തേ, മോളെ മുത്തേ, പെട്ടെന്ന് റെഡി ആയിക്കോ, അവരിങ്ങ എത്താറായി. ഇന്ന് മുത്തിനെ താഴത്തേക്ക് കണ്ടിട്ടില്ല. മുത്തു ഭയങ്കര സന്തോഷത്തിലാ. സന്തോഷിക്കട്ടെടി, ഓളെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം. ആ ബിയാപ്പളെ, ഇവിടെ ഒന്ന് ഇവിടെ ആ എന്തേ പാപ്പ നിർത്തിയേ? ആ, 2 റക്കാത്ത് നിസ്കരിച്ചിട്ട് പോവാല്ലേ? ആ ഇങ്ങനെ രണ്ടാളും കൊണ്ട് ഇറങ്ങി. എന്താ പാപ്പ? ആ പറഞ്ഞുതരാ. ഇങ്ങള് രണ്ടാളോടും കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. പിയ്യാപ്പിളക്ക് കൂട്ടുകാരുമില്ലാന്ന് പെണ്ണ് വീട്ടുകാർ കരുതണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങളെ രണ്ടാളെയും ഞാൻ കൂടെ കൂട്ടി. ചെക്കൻ പെണ്ണ് കാണാൻ പോകുമ്പോ ബാപ്പ കൂടെ പോണത് ദുനിയാവിൽ ആദ്യമായിട്ടായിരിക്കും. കാര്യം എന്താണ് നിങ്ങൾക്ക് 3 ആക്കും നല്ലോണം അറിയാലോ. അതുകൊണ്ട് ഈ പെണ്ണ് കാണലെങ്ങാനും കൊളാക്കിയാൽ ഇത് കണ്ടോ, ഇതുകൊണ്ട് 3 എണ്ണത്തിന് വെട്ടി അറത്ത് ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. നല്ല മനസ്സിലാക്കിയല്ലോ. കേറ്. നോക്ക്, ബാപ്പ പറഞ്ഞ മാതിരി കേട്ടോ. വണ്ടി ഇടിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സുഖാണോ? ഞാൻ കരീം. അല്ല, നമ്മൾ എത്താൻ താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ല. അപ്പൊ പിന്നെ നേരം വൈകണ്ടല്ലോ, പരിചയപ്പെടാൻ ഇതിപ്പോ നിങ്ങൾക്ക് അറിയാലോ. സുഹൈല് രണ്ടാമത്തെ തന്നെയാണ്. ഇതിതാ ഫൈസലാണ്, ഗൾഫില്. ഞാൻ പിന്നെ ബിലാൽ, മൂത്തയാളാ. നമ്മളെ ഭാഗത്ത് ഇതാണ് നമ്മളെ മരുമോൻ, സ്കൂൾ മാഷാണ്. പിന്നെ ഇതാണ് നമ്മളെ പുതിയാപ്പള, ശുക്കൂർ. ഇത് പിന്നെ എന്റെ ചെങ്ങായിമാരാ. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ചായ എടുത്തുക്ക, അത് കഴിഞ്ഞ് സംസാരിക്കാം. ചെല്ലേ. അല്ല, അവർക്ക് വല്ലതും സംസാരിക്കണ്ടെങ്കിൽ എന്നാ പിന്നെ അതിന്റെ ഏർപ്പാട് ചെയ്യ്. അല്ല, ഖത്തറിലല്ലേ? ആ, ഖത്തറിലാ. എത്ര മാസം ലീവ് ഉണ്ട്? 3 മാസം ഉണ്ട്.
അപ്പൊ പിന്നെ ഡേറ്റ് ഒക്കെ കാണാനുള്ള സമയമുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. ആയിഷ എന്ന പേരല്ലേ? പക്ഷെ വീട്ടിലെല്ലാരും മുത്ത് എന്നാ വിളിക്കുക. എനിക്ക് അതാ ഇഷ്ടം. എനിക്കും. എൻ്റെ പേര് ഷുക്കൂർ. എനിക്കും അതാ ഇഷ്ടം. എന്താ അപ്പം മുത്തിനോട് ചോദിക്കുക? ഈ ചിരി കാണുമ്പോഴേ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എന്നാലും എന്തെങ്കിലും ചോദിക്കണ്ടേ? ഈ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? നിസ്കാരത്തിന്റെ ഫർള് 14. ആ, ഖുറാനിൽ എത്ര സൂറത്തുണ്ട്? 114. കൗബയെ വലം വെച്ചിട്ടുള്ള മസ്ജിദിന്റെ പേര്? മസ്ജിദുൽ ഹറം. ഇസ്ലാം കാര്യം? 5. ഈമാൻ കാര്യം? 6. ഈ മുത്തനെ നമുക്ക് പെരുത്ത് ഇഷ്ടായിട്ടോ. മുത്തനോ? ഞാനിതൊന്നല്ല പ്രതീക്ഷിച്ചേ. പിന്നെ? കാവ്യ മാധവന്റെ മുടിയില്ല, നയൻതാരന്റെ ഉയരില്ല, നസ്രിയന്റെ കണ്ണില്ല. അല്ലോ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ മുത്തനോട് ആരെ പറഞ്ഞേ? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലോ, അതൊക്കെ വായിച്ചോ? ആ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അതെ, നിങ്ങളെ കാണാൻ ദുൽഖർ സൽമാന്റെ കട്ടുണ്ട് ട്ടാ. ബാപ്പാ, ഞമ്മക്ക് ഈ മുത്തിനെ മതി. ആ, ശുക്കൂറാണ്. എന്താ വിശേഷം? അതേ, കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഇത്ര പെട്ടെന്നോ? ആ. അപ്പൊ നിങ്ങളേ ആ ക്യാഷ് പെട്ടെന്ന് കേട്ടോ അയക്കണേ. ഈ ബേജാറാവണ്ട, ഞാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മുന്നിൽ തന്നെയാ നിൽക്കുന്നത്. ക്യാഷ് ഇപ്പം അങ്ങോട്ട് എത്തും. ആണോ? സിറ്റി എക്സ്ചേഞ്ചോ? ആ ആ, മാക്സിമം റേറ്റ് കുറച്ച് പോന്നോട്ടെ. ആയിക്കോട്ടെ, ആ, ഞാനൊന്ന് ഓ അന്വേഷിക്കട്ടെ. ഓ. അല്ല, ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോ? ലീവ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. ക്യാഷ് ഇപ്പൊ അവിടെ എത്തും. എന്താ പോരെ? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്താ വിശേഷം? സുഖം തന്നെ, അൽഹംദുലില്ലാ. നമ്മൾ ഷുക്കൂറിന്റെ കല്യാണം ഉണ്ട്. കല്യാണം കുറച്ചോ? അതെ, കുറച്ച് പണം അയക്കണം. അതിനെന്താ, അയക്കാലോ. റേറ്റ് ഒക്കെ എങ്ങനെയാപ്പോ? ഉള്ളതിൽ ബെസ്റ്റ് റേറ്റ് നമ്മളെ. ഓ, വരൂ പ്ലീസ്. ആയിക്കോട്ടെ. ये हमारा आदमी है, उसका थोड़ा अच्छा प्राइस दो. കല്യാണം നടക്കട്ടെ.